ഹായ് ഓൾ, ദിസ് ഇസ് ഡേ 4 ഓഫ് എ ട്രാവൽ വ്ളോഗ്. രാവിലെ തന്നെ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി നേരെ പോയി ഫുഡ് കഴിക്കാനായിട്ട്. നല്ല പൊറോട്ടയും ബീഫുമായിരുന്നു. അതിനുശേഷം ഇവിടെയാണ് ഞങ്ങൾ ഇന്നത്തെ ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് നേരത്തെ തീരുമാനിച്ചത്. ഇത് വന്നിട്ട് ഫോഗി മൗണ്ടെയിൻ കക്കാടം പൊയിലാണ്. അതായത് നമ്മുടെ കോഴിക്കോട് നിന്ന് ഒരു 50 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. ഇതവിടെ കയറുമ്പോൾ ഉള്ള വ്യൂ ഒക്കെ ആയിരുന്നു കേട്ടോ. കുറേ നേരം കയറിയിട്ട് അതൊക്കെ നോക്കി നിന്നേയായിരുന്നു. എന്നുവെച്ചാൽ ഞങ്ങൾ അവിടെ അടുത്ത് തന്നെയാണ് റൂം എടുത്തിരുന്നത്. അതുകൊണ്ട് രാവിലെ ഞങ്ങൾ എത്തിയായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് അധികം റൈഡ്സ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഉള്ളത് അത്യാവശ്യം അഡ്വഞ്ചർ റൈഡ്സ് തന്നെയായിരുന്നു. ഇത് വന്നിട്ട് അവരുടെ ജയൻറ്റ് സ്വിങ് ആയിരുന്നു. ആദ്യം ഇച്ചിരി നല്ലോണം പേടിയായി, അത് പൊട്ടിപ്പോകുന്നതാണ് ഫീൽ ചെയ്തത്. പക്ഷെ പിന്നെ നല്ല രസമായിരുന്നു. ഭയങ്കര വ്യൂവും അടിപൊളിയായിരുന്നു. അത് നല്ലോണം ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. പിന്നെ എന്താ പറയുക, ഇത് വന്നിട്ട് മെയിനായിട്ട് ഞങ്ങൾ പോയ ദിവസം വീക്ക് ഡേ ആയിരുന്നു. ബട്ട് ഓഫ് ഡേയ്സിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ സൺഡേ ബുക്കിംഗ് എടുക്കാൻ പറ്റുമോ നോക്കിയതായിരുന്നു. പക്ഷെ അന്ന് പറ്റിയില്ല. അത്യാവശ്യം ഭയങ്കര തിരക്കായിരുന്നു. അവർക്ക് റൂംസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൺഡേ ആണ് പോയത്. അന്ന് വലിയ തിരക്കില്ലായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് സിപ്പ് ലൈൻ. ആദ്യം ഇച്ചിരി പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ കുഴപ്പമില്ല, അത്ര പേടിക്കാനൊന്നും ഇല്ലായിരുന്നു. ആദ്യത്തെ ഒരു ടെൻഷനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ല സ്മൂത്തായിട്ട് അങ്ങ് പോയി. പിന്നെ ഞാൻ അധികം വേറെ റൈഡ്സിലൊന്നും കയറിയിരുന്നില്ല. ചേട്ടനാണ് ഈ സൈക്കിളിലും പിന്നെ കറങ്ങുന്ന സാധനത്തിനകത്തുമൊക്കെ ഇതിലൊക്കെ കയറിയത്. എനിക്കത് കാണുമ്പോഴേ വിറയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉച്ചത്തെ ഫുഡും കഴിച്ചിട്ട് പിന്നെ ഇടയിൽ ഞങ്ങൾ വാട്ടർ റൈഡ്സിൽ കയറിയായിരുന്നു. അതിൻ്റെ ക്ലിപ്സ് ഇല്ല, മിസ്സായിപ്പോയി. പിന്നെ ഇത് ചായ കുടിക്കാനിരുന്നപ്പോൾ ഉള്ളൊരു വ്യൂ ആയിരുന്നു. അടിപൊളിയായിരുന്നു. പെട്ടെന്ന് അങ്ങ് മഞ്ഞുകൊണ്ടങ്ങ് മൂടി. പിന്നെ അതിന് ശേഷം സ്റ്റേയിലോട്ട് പോയി. അവരുടെ തന്നെ വണ്ടിയിലാണ് പോയത്, ജീപ്പിൽ. ഇതാണ് ചെന്നപ്പോൾ ഉള്ള വ്യൂ. ഭയങ്കര രസമായിരുന്നു. രാവിലെ ഇതിന്നും അടിപൊളിയായിരുന്നു. പിന്നെ രാത്രി ക്യാമ്പ് ഫയറും ഫുഡും ഡാൻസും ഒക്കെ ആയിട്ട് അന്നത്തെ ദിവസം അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഓക്കെ, സീ യു.